വെൽക്കം ടു സാറാസ് കലിനറി എസ്കേപ്സ്. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പൊട്ടറ്റോ സ്റ്റൂ അല്ലെങ്കിൽ കിഴങ്ങിൻ്റെ സ്റ്റൂ ആണ് കാണിക്കുന്നത്. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. ഒരു വെറൈറ്റി ടേസ്റ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ സാധനങ്ങൾ: ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 3 എരിവുള്ള പച്ചമുളക് രണ്ടായിട്ട് കീറിയത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 250 ഗ്രാം കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം ഞാൻ കുക്കറിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അതിന് 2 കപ്പ് വെള്ളവും ചേർത്ത് നമുക്ക് ഒരു 2 വിസിൽ വരുന്നിടം വരെ വേവിക്കാം. ഒരു ടീസ്പൂൺ നമ്മൾ പെരുംജീരകം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പട്ടയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണ് കുരുമുളകും കൂടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കിയിട്ട് അത് പൊടിച്ചെടുക്കാം. ഇവിടെ നമ്മുടെ കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചേക്കുന്നതിൻ്റെ 2ാം പാൽ ഉണ്ട്. അത് 1 കപ്പ് നിങ്ങൾക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് വെച്ചിട്ട് അതൊന്ന് തിളക്കട്ടെ. നമ്മൾ പൊടിച്ചു വെച്ച ആ പെരുംജീരകം നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അതൊരു 1.5 ടീസ്പൂൺ ഉണ്ട്. ആ 1.5 ടീസ്പൂൺ ഇവിടെ ചേർത്തിട്ടുണ്ട്. അത് ഒരുവിധമായി കഴിയുമ്പോൾ നമ്മൾ ഇനി അടുത്ത് ചേർക്കുന്നത്, തിളച്ചിട്ട് നമ്മൾ ചേർക്കുന്നത് തേങ്ങാപ്പാലിൻ്റെ ഫസ്റ്റ് പാലാണ്. ഫസ്റ്റ് പാൽ 1 കപ്പ് തേങ്ങാപ്പാലുണ്ട്. അത് നമ്മളിപ്പോൾ ഇവിടെ ചേർക്കും. ഈ സമയം ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ചേർക്കണം, തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് മുമ്പ്. ഇപ്പോൾ എനിക്കിവിടെ ഉപ്പുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് മുമ്പ് ഉപ്പ് ചേർക്കണം. ഇത് തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം മെല്ലെ തീ കുറച്ച് വെച്ച് മെല്ലെ ഇളക്കി അതൊന്ന് അതിൻ്റെ സെൻറ്ററിലൊരു കുമിള പോലെ വരുന്ന അത്രയും ആവശ്യമുള്ളൂ. അന്നേരം നമ്മൾ അത് ഓഫ് ചെയ്യണം. നമ്മുടെ ആയിട്ടുണ്ട്. നമ്മളത് മാറ്റി വെച്ചു. ഇനി നമുക്കതിനകത്ത് കടുക് വറുത്തിടാം. ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് അതിനകത്ത് ഒഴിച്ചിരിക്കുന്നത്. 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. ഒരു 4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 തണ്ട് കരിയാപ്പില, അതിനോടൊപ്പം ഒരു പച്ചമുളക് 2ആയിട്ട് കീറിയതും കൂടി ഇട്ടിട്ടുണ്ട്. അതൊരു പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ ലാസ്റ്റ് വരുന്നത്, അത് നല്ല ടേസ്റ്റാണ്. അതേപോലെ ഇനി ഒരു സാധനം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതും ഞാൻ നിങ്ങൾക്ക് ഒടുവിൽ പറഞ്ഞു തരാം. അത് നല്ല ഫ്ലേവറായിരിക്കും നമ്മുടെ കറിക്ക്. ഇനി നമ്മളിത് ഒരു മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കടുക് വറുത്ത് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിക്കാം. നമുക്ക് നമ്മൾ പാത്രത്തിനകത്ത് എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷമാണ് ചേർക്കുന്നത്. ഇനി ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ 1/2 ടീസ്പൂണ് നമ്മൾ ബിരിയാണിക്ക് വേണ്ടി തയ്യാറാക്കിയേക്കുന്ന മസാല ഉണ്ടല്ലോ, അതാണ് ഇവിടെ ചേർത്തേക്കുന്നത്. അത് നല്ല ഫ്ലേവറാണ്. എല്ലാവരും ചേർത്ത് നോക്കുക. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ, നിങ്ങൾക്ക് പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത്, ഇത് കൂടാതെ നിങ്ങളെല്ലാവരും കണ്ടിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.